ഹായ് ഫ്രണ്ട്സ്, ഉഷസ് പാരഡൈസ് ഫോർ അനിമൽസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനൊരു ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു വെറൈറ്റി വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. നമുക്ക് വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ നമ്മുടെ സുഹൃത്തുക്കൾ ഈ ദൈവങ്ങളുടെ എന്തെങ്കിലുമൊക്കെ വീഡിയോ അയച്ചു തന്നിട്ട് പറയുമല്ലോ, നിങ്ങളിത് 10 പേർക്ക് ഷെയർ ചെയ്യണം, 20 പേർക്ക് ഷെയർ ചെയ്യണം, 50 പേർക്ക് ഷെയർ ചെയ്യണം, എങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം നടക്കും. അത് ഷെയർ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് മരണം സംഭവിക്കുമോ, അല്ലെങ്കിൽ ആപത്ത് സംഭവിക്കുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും മോശം വാർത്ത കേൾക്കുമോ എന്നൊക്കെ പറഞ്ഞുള്ള മെസ്സേജുകൾ നമുക്ക് കിട്ടിയിട്ടില്ലേ? എനിക്കും ധാരാളം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞാൻ അത്തരം അന്ധവിശ്വാസത്തിലൊന്നും പെടാത്ത ഒരാളാണ്. ഞാൻ അതുകൊണ്ട് അങ്ങനെ ഷെയർ ചെയ്തിട്ടില്ല പലരും പറഞ്ഞിട്ടും. പിന്നെ ഏതെങ്കിലും അടുത്ത കൂട്ടുകാരികൾ അവരെ പിണക്കാൻ വയ്യാതെ ആരെങ്കിലും അയക്കുന്നെങ്കിൽ മാത്രം ഞാൻ ഒരു 1-2 പേർക്കൊക്കെ അങ്ങ് ഷെയർ ചെയ്യും. അല്ലാതെ അവർ പറഞ്ഞ ആ യഥാർത്ഥ എണ്ണമൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെ കൃത്യമായിട്ട് ഞാൻ ആരും പറഞ്ഞത് അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ദൈവത്തെ അങ്ങനെ എനിക്ക് ഒരു സ്വന്തം ആവശ്യത്തിന് വേണ്ടി, ഒരു കാര്യസാധ്യത്തിന് വേണ്ടി ദുരുപയോഗം ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലാത്തത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ കാര്യങ്ങൾ സാധിക്കാനൊക്കെ ബൈബിളിലെ ഓരോ വചനങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഓരോ പ്രാർത്ഥനകളും അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടല്ലോ, അതിനോടൊക്കെ നമുക്ക് എതിർപ്പായിരിക്കും. അങ്ങനെയില്ല, നമുക്ക് സത്യമായിട്ട് നേരായിട്ടുള്ള എല്ലാത്തിലും നമുക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ എൻ്റെ ഒരുപാട് നമ്മൾ യൂട്യൂബ് തുറന്നാൽ ഈ പ്രാർത്ഥന പറഞ്ഞാൽ ഇന്ന കാര്യം നടക്കും, ഈ പ്രാർത്ഥന പറഞ്ഞാൽ നടക്കാത്ത കാര്യം നടക്കും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വീഡിയോകൾ കാണുന്നു. അപ്പം നമ്മളൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു പ്രാർത്ഥന, മനുഷ്യരല്ലേ നമ്മളും, എല്ലാ വഴിയും അടയുമ്പോൾ ദൈവത്തിൻ്റെക്ക് വരുമെന്ന് പറയുന്ന പോലെ നമ്മളും ചെയ്യും. അങ്ങനെ ഞാനും എൻ്റെ ജീവിതത്തിൽ ഒരു സമയം, എൻ്റെ ഒരു ഏറ്റവും പീക്കായ ഒരു ടൈമിൽ ഞാനും അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതെന്ന് ഞാൻ യൂട്യൂബിലൊരു അപ്രതീക്ഷിതമായിട്ടൊരു കന്യാസ്ത്രീയുടെ വീഡിയോ കണ്ട്. അപ്പോൾ അതിലവർ കുറേ കാര്യങ്ങൾ, വീട് വെക്കാനും വസ്തു വാങ്ങിക്കാനും അസുഖത്തിനും ജോലി കിട്ടാനും സാമ്പത്തികം ഉണ്ടാകാനും എല്ലാം ഓരോരോ ബൈബിളിലെ വാക്യം പറഞ്ഞിട്ട് ഇത് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ മതി, നിങ്ങൾക്ക് നടക്കും എന്ന് പറഞ്ഞു. ഞാനപ്പോൾ സത്യം പറഞ്ഞാൽ അന്നത്തെ അവസരത്തിൽ എനിക്കൊരു കാര്യം നടക്കണമായിരുന്നു. അതുകൊണ്ട് പക്ഷേ ഇത് സത്യമാണോ എന്ന് ഈ പ്രാർത്ഥനയെ ഒന്ന് പരീക്ഷിക്കണം, ഇത് നടക്കുമോ. പക്ഷെ ഞാൻ നല്ല ജീസസിൽ വിശ്വസിക്കുന്ന ഒരു ക്രിസ്തു മത വിശ്വാസിയാണ്. പക്ഷേ ഞാൻ ദൈവത്തോട് എനിക്ക് വേണ്ടി ഒരു കാര്യവും ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. എനിക്ക് സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഞാൻ ദൈവത്തോട് ഒരു കാര്യവും അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരാളല്ല. അതുകൊണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ ആ കാര്യം എനിക്ക് നടക്കുമോ, എനിക്ക് അത്രയ്ക്കുള്ള വിശ്വാസം ഉണ്ടോ എന്ന് എനിക്ക് തന്നെ സംശയമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെയുള്ള പ്രാർത്ഥനയ്ക്കൊന്നും കൂടുതൽ പ്രാധാന്യം കൊടുക്കാത്തത്. പക്ഷേ അന്ന് ഞാൻ എന്തായാലും എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ആത്മാർത്ഥമായും നല്ല മനസ്സ് കൊടുത്തു അർപ്പിച്ച് നന്നായിട്ട് കരയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച് ഞാനൊരു എൻ്റെ ജീവിതത്തിലൊരു കാര്യം നേടിയിട്ടുണ്ട്. അത് കന്യാസ്ത്രീ പറഞ്ഞത് ഒരു വചനം, അത് കല്യാണം നടക്കാനാണ്. അപ്പോൾ ഞാൻ കല്യാണം വേണ്ടെന്ന് പറഞ്ഞ് നിന്ന ഒരാളാണ്. എങ്കിലും എനിക്കൊരു ഒരു ഘട്ടത്തിൽ ചില ബുദ്ധിമുട്ടുകൾ നേരിട്ടപ്പോൾ കല്യാണം കഴിക്കണമെന്ന് തോന്നി. എനിക്ക് പിന്നെ അതൊരു വാശിയായി. അപ്പം എനിക്ക് കല്യാണം നടക്കുമോ, എനിക്ക് നടക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസമായിരുന്നത്. അപ്പോൾ എങ്കിൽ അത് നടക്കുമോ എനിക്കറിയണം. പിന്നെ ഈ പ്രാർത്ഥന സത്യമാണോ, ഇത് വെച്ച് പ്രാർത്ഥിച്ചാൽ ഈ കാര്യം നടക്കുമോ എന്നൊരു ദൈവത്തെ ഒരു പരീക്ഷണവും കൂടിയായിരുന്നു അത്. പക്ഷെ എന്തായാലും എൻ്റെ പ്രാർത്ഥന വിജയം കണ്ടു. എനിക്ക് ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ട് തന്നെ എനിക്ക് എൻ്റെ കല്യാണം നടന്നു. ആ പ്രപ്പോസൽ വന്ന് 1 മാസത്തിനുള്ളിൽ തന്നെ ആ കല്യാണം നടക്കുകയും ചെയ്തു. ഇന്നിപ്പോൾ എൻ്റെ കല്യാണം നടന്നിട്ട് 5 വർഷമാവുന്നു. ഞാൻ ദൈവത്തെ പരീക്ഷിച്ചത് എന്ന് വേണമെങ്കിലും പറയാം, പിന്നെ എൻ്റെ വിശ്വാസത്തെ പരീക്ഷിച്ചത് എന്ന് വേണമെങ്കിലും പറയാം. എന്തായാലും ആ കാര്യം എനിക്ക് നടന്നു. അത് കല്യാണത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ച വിഷയം, ചിലപ്പോൾ നിങ്ങൾക്കത് വിശ്വാസം വരില്ലായിരിക്കാം ഞാനത് പറയുമ്പോൾ. അതുകൊണ്ട് ഞാനത് നിങ്ങൾക്ക് തെളിവായിട്ട് ഞാൻ കാണിച്ചു തരാം. ഞാൻ അന്ന് ഉപയോഗിച്ചിരുന്ന എൻ്റെ ബൈബിളാണ്. ഇന്ന് ഞാൻ വലിയ അക്ഷരത്തിലുള്ള ബൈബിളാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. മാരേജ് എന്ന് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ വാക്യം. ആ വാക്യം എന്ന് പറയുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യമാണ്. ആ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: അതിന് അവൻ മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാകുന്നു എന്ന് പറഞ്ഞു. ഇതാണ് ആ വാക്യം. ഞാൻ മനുഷ്യനാൽ അസാധ്യം എന്നാൽ ദൈവത്താൽ സാധ്യം എന്നിങ്ങനെ ഒരു ദിവസം 33 പ്രാവശ്യം, 33 എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ തിരുവയസ്സാണ്. 33.5 വയസ്സ് വരെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അപ്പോൾ റൗണ്ടിൽ നമ്മൾ 33 ആ സംഖ്യ വെച്ച് പ്രാർത്ഥിച്ചാൽ ഏത് കാര്യവും നടക്കും എന്നൊരു വിശ്വാസം നമുക്കുണ്ട്. അപ്പോൾ
അങ്ങനെ 33 പ്രാവശ്യം വെച്ച് 7 ദിവസം. പക്ഷേ ഞാൻ 7 ദിവസം അത് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് എപ്പോഴും എൻ്റെ ജോലിയിലും അല്ലാതെ വർക്ക് ടൈമിലൊക്കെ ഞാൻ ഈ പ്രാർത്ഥന ഉരുവിട്ട് നടക്കുമായിരുന്നു. എനിക്കത് നടക്കണം എന്നുള്ളൊരു അമിതമായ ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ട് ഞാൻ നന്നായിട്ട് മനസ്സ് കൊടുത്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചു. എനിക്കത് വളരെ വേഗം ആ കാര്യം എനിക്ക് നടന്നു. അപ്പോൾ അത് സത്യമാണ് എന്ന് ഞാൻ അറിഞ്ഞു എൻ്റെ ജീവിതത്തിൽ. പക്ഷെ ഞാനത് ഒരുപാട് പേരോട് നേരിട്ട് എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, കാണുന്നവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാനൊരു വീഡിയോ ആയിട്ട് ഇതുവരെയും ചെയ്തില്ല. അപ്പം ഞാൻ ഇപ്പോഴും വീണ്ടും ഒരു ബുദ്ധിമുട്ട്, ഞങ്ങളൊരു ജോലി കിട്ടാതെ ഞാനും എൻ്റെ ഭർത്താവും ഇങ്ങനെ അന്വേഷിച്ച സമയത്ത് ഞങ്ങൾ വീണ്ടും ഈ പ്രാർത്ഥനയിലോട്ട് കടന്നു വന്നു. അപ്പോഴും കുറേ ഇതുപോലെ പിള്ളേർ അവരുടെ അനുഭവം വെച്ചിട്ട് ഇതുപോലെ പ്രാർത്ഥിക്കാൻ വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു, എന്തുകൊണ്ട് എനിക്ക് ദൈവം അന്നൊരു ഉപകാരം ചെയ്തിട്ട് ഞാനത് ഇതുവരെയും വീഡിയോ ചെയ്തിട്ടില്ല, മറ്റ് മീഡിയ വഴി മറ്റുള്ളവരോട് ഞാനത് പറഞ്ഞില്ല, അതൊരു നന്ദികേടല്ലേ. സാധാരണ നമ്മൾ ഒരു ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നാൽ പത്രത്തിൽ കണ്ടിട്ടുണ്ട്, അവരത് നേർച്ചയായിട്ട് ഒരു പ്രാർത്ഥന ഇടും. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ എന്ന് എനിക്ക് ഓർമ്മ വന്നു. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ അത് നടന്നു, സത്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മളെക്കൊണ്ട് സാധിക്കില്ല, മറ്റാർക്കും നമ്മെ സഹായിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്ന സമയത്ത് നിങ്ങൾക്കും പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു വചനമാണ് ഇത്. ലൂക്കോസിൻ്റെ സുവിശേഷം 18:27 പറയുന്ന, മനുഷ്യനാൽ അസാധ്യം എന്നാൽ ദൈവത്താൽ സാധ്യം എന്നുള്ള വാക്യം നിങ്ങൾക്ക് 33 തവണ വെച്ച് 7 ദിവസം തുടർച്ചയായിട്ട് എഴുതിയോ ഉരുവിട്ടോ പ്രാർത്ഥിക്കാം. അതിൽ കൂടുതൽ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ ഇത് ഇത്രയും മിനിമം ഇത്രയും എണ്ണം നിങ്ങൾ ചെയ്തിരിക്കണം. ഏറ്റവും പ്രധാനം, നിങ്ങൾ 1000 തവണ എഴുതിയാലും നടക്കില്ല. പക്ഷേ നിങ്ങൾ ഏറ്റവും പ്രധാനം വിശ്വാസത്തോടു കൂടെ, അതെനിക്ക് നടക്കും എന്ന വിശ്വാസത്തോടു കൂടെയും നടക്കണം എന്ന ആത്മാർത്ഥതയോടുകൂടെയും നിങ്ങൾ ചെയ്താൽ മാത്രമേ അത് നിങ്ങൾക്ക് നടക്കൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യൂ. ഞാൻ എൻ്റെ ദൈവത്തോടുള്ള ഒരു നന്ദി സൂചകമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളും ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നിരിക്കുമ്പോൾ നമുക്ക് ദൈവം ഒരു അത്താണിയാണല്ലോ. അപ്പോൾ അപ്രകാരം ദൈവം നിങ്ങളെയും എന്നെപ്പോലെ വിജയത്തിലെത്താൻ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്കും വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനയെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും നന്ദി.